തിരുവിളയാടൽ പുരാണത്തിലെ മറ്റ് ചില സുന്ദരേശ ലീലകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം യുവകവിയെ എതിർത്തുകൊണ്ട് നിരന്തരം സംസാരിക്കുകയും പാർവതീദേവിയെ തന്നെ പുച്ഛിക്കുകയും ചെയ്ത നൽക്കീരനെ നമ്മൾ കണ്ടു. ഈ നൽക്കീരൻ ആ യുവകവിയെ കൂടുതൽ പരിഹസിക്കുകയും ഗൗരീദേവിയെ അപമാനിക്കുകയും ചെയ്തപ്പോൾ സാക്ഷാൽ സുന്ദരേശൻ തന്നെ അവിടെ വന്നിട്ട് തൻ്റെ മൂന്നാം കണ്ണ് തുറന്നപ്പോൾ ആ ചൂടിൽ നൽക്കീരൻ വിവശനായി തീർന്ന കഥ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. നൽക്കീരൻ വല്ലാതെ വിഷമിച്ചു പോയി. അയാളുടെ എല്ലാ ശക്തിയും ചോർന്നു പോയി. ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നുണ്ടായ ആ അഗ്നി കൊണ്ട് ശരിക്കും നൽക്കീരൻ മരണതുല്യനായി തീർന്നു. അദ്ദേഹം ഉടനെ തന്നെ സുന്ദരേശനെ പ്രാർത്ഥിച്ചു, അല്ലയോ ഭഗവാൻ, എനിക്ക് പൂർവസ്ഥിതി കൈവരിക്കണം. അപ്പോൾ പറഞ്ഞു, പത്മതീർത്ഥത്തിൽ പോയി കുളിക്കുക, അപ്പോൾ നിൻ്റെ വേദനകളെല്ലാം മാറിക്കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ പത്മതീർത്ഥത്തിൽ പോയി ദിവസവും മുങ്ങിക്കുളിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴും പത്മതീർത്ഥത്തിൽ തന്നെയായിരുന്നു ഈ നക്കീരൻ മുങ്ങിക്കുളിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ കുറേ നാൾ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസം തോന്നി. ആ സമയത്ത് അദ്ദേഹം സുന്ദരേശനെ കീർത്തിച്ചുകൊണ്ട് അനേകം സ്തുതിഗീതങ്ങൾ ഉണ്ടാക്കി ആലപിച്ചു. ഈ സ്തുതിഗീതങ്ങൾ കേട്ട് സംതൃപ്തനായ സുന്ദരേശ ദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും സുന്ദരേശന് പഴയതുപോലെയുള്ള കവിത്വസിദ്ധികളെല്ലാം നൽകുകയും അനുഗ്രഹിക്കുകയും ആ സംഘകവി മണ്ഡപത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ പറയുകയും ചെയ്തു. അപ്പോൾ സംഘകവി മണ്ഡപത്തിന് സ്വർണഫലകം നൽകിയത് സുന്ദരേശദേവനാണ്. ആ ഫലകത്തിലാണ് എല്ലാവരും അതിനെ പൂജിച്ചുകൊണ്ട് ആ മണ്ഡപത്തിൽ കഴിയുന്നത്. അങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ സംഘമണ്ഡപമുണ്ടാകുന്നത്. സംഘമണ്ഡപത്തിൽ നിന്ന് മാറി ദുഃഖിതനായി പത്മതീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഈ നൽക്കീരനോട് പറഞ്ഞു, താങ്കൾ വീണ്ടും ആ മണ്ഡപത്തിലേക്ക് പോയിക്കൊള്ളൂ, സംഘമണ്ഡപത്തിലേക്ക് പോയിക്കൊള്ളൂ, അവിടെ കൂട്ടത്തിൽ ചേർന്നുകൊള്ളൂ. പഴയതുപോലെ അങ്ങക്ക് വീണ്ടും ആ മണ്ഡപത്തിൽ ഇരിക്കാൻ കഴിയും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ കപിലനും മറ്റ് പിന്നെ ഭരതൻ തുടങ്ങിയ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു സംഘമണ്ഡപത്തിൽ. അവരിൽക്കെല്ലാം വളരെ സന്തോഷമായി. തങ്ങളുടെ പഴയ കൂട്ടുകാരൻ നക്കീരൻ തിരിച്ച് ഈ സംഘമണ്ഡപത്തിലേക്ക് വന്നിരിക്കുന്നു ശിവാനുഗ്രഹത്താൽ എന്ന് കരുതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഹന്തയെ ഇല്ലാതാക്കണം, ഈ നൽക്കീരൻ്റെ അഹന്തയെ ഇല്ലാതാക്കണമെന്ന് സുന്ദരേശൻ തീരുമാനിച്ചു. പാർവതീദേവി അതിനുവേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്തു. അപ്പോൾ പരമശിവൻ കൈലാസത്തിലുള്ള അഗസ്ത്യ മഹാമുനിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലോപാമുദ്രയെയും ദക്ഷിണദേശത്തേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. പാർവതീദേവിയുടെ ആഗ്രഹപ്രകാരം അഗസ്ത്യ മഹാമുനിയെയും അതേപോലെ തന്നെ ലോപാമുദ്രയെയും ദക്ഷിണദേശത്തേക്ക് അയച്ചു. അങ്ങനെ ദക്ഷിണദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അഗസ്ത്യ മഹാമുനി പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നങ്ങ് പറഞ്ഞു തരിക. അപ്പോൾ പറഞ്ഞു, അവിടെ ഹാലസ്യനാഥ ക്ഷേത്രമുണ്ട്, അവിടെ അങ്ങക്ക് എന്നെ തപസ് ചെയ്യാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ദ്രാവിഡ ഭാഷാസൂത്രം അങ്ങ് ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെ ശിവൻ ആദ്യമായിട്ട്
ദ്രാവിഡ ഭാഷാസൂത്രം പാർവതീദേവിയോടൊരുമിച്ച് അഗസ്ത്യ മഹാമുനിയെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദ്രാവിഡ ഭാഷാശാസ്ത്രം പഠിച്ച അഗസ്ത്യ മഹാമുനിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലോപാമുദ്രയും ദക്ഷിണാദേശത്തേക്ക് വരികയും ഹാലസ്യനാഥനെ സ്തുതിച്ച് പാടുകയും തപസ് ചെയ്യുമെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദക്ഷിണദേശം സമതുലിതമായി തീർന്നു. മറ്റൊരു കാരണം കൂടിയുണ്ട്. മുനിമാരെല്ലാം കൈലാസത്തിലേക്ക് പോയപ്പോൾ ദക്ഷിണദേശത്തിൻ്റെ തുലനാവസ്ഥ മാറുകയും അത് ആ തട്ട് പൊങ്ങുകയും ചെയ്തു. അതിനെ സന്തുലിതമാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പരമശിവൻ അഗസ്ത്യ മഹാമുനിയെയും ലോപാമുദ്രാദേവി, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലോപാമുദ്രാദേവിയെയും ദക്ഷിണദേശത്തേക്ക് അയച്ചത്. അങ്ങനെ ദ്രാവിഡ ഭാഷാ സൂത്രം ഉപദേശിച്ചു കൊടുത്ത് ദ്രാവിഡ സൂത്രോപദേശം കിട്ടിയ അഗസ്ത്യ മഹാമുനി ആദ്യമായി ഈ ദ്രാവിഡ സൂത്രോപദേശം നൽകുന്നത് നക്കീരനാണ്. അതും ശിവൻ്റെ ആജ്ഞയാൽ. അവൻ്റെ അഹന്ത നശിപ്പിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യൂ, ദ്രാവിഡ സൂത്രോപദേശം ചെയ്യുവാന് എന്ന് പറയുന്നു. അങ്ങനെ നക്കീരൻ അവിടെ വന്നപ്പോൾ നക്കീരൻ അഗസ്ത്യ മഹാമുനിയെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ദ്രാവിഡ സൂത്ര ഉപദേശം നേടുകയും ചെയ്തു. ദ്രാവിഡ സൂത്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ദിവ്യമായ സൂത്രങ്ങളാണ്. അതിൽ ദ്രാവിഡ ഭാഷയും പെടും. ദ്രാവിഡ ഭാഷ എന്ന് വെച്ചാൽ തമിഴ്, അതായത് ആദിഭാഷ. ഈ ആദിഭാഷയായ ദ്രാവിഡ സൂത്രം നൽകിയത് ശിവൻ അഗസ്ത്യ മഹാമുനിക്കാണ്. ഈ അഗസ്ത്യ മഹാമുനിയാണ് ഇവിടെ ഈ തിരുവിളയാടൽ പുരാണത്തിലെ എല്ലാ സംഭവങ്ങളും വിവരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനൊരു സാക്ഷിയാണ് അഗസ്ത്യ മഹാമുനി. അതുകൊണ്ട് ആ നടന്ന സംഭവങ്ങളെല്ലാം, പ്രത്യേകിച്ചും 64 ലീലകളും അഗസ്ത്യ മഹാമുനിയാണ് പറയുന്നത് എന്നോർക്കുക. അങ്ങനെ അഗസ്ത്യ മഹാമുനിയാൽ പറയപ്പെട്ടതാണ് തിരുവിളയാടൽ പുരാണം. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ തന്നെ പറയുന്നു. കൈലാസത്തു നിന്ന് ശിവനാൽ പറഞ്ഞയക്കപ്പെട്ട, ദക്ഷിണദേശത്തേക്ക് പറഞ്ഞയക്കപ്പെട്ട ഒരു ദ്രാവിഡ ഭാഷാ പണ്ഡിതനാണ്. ദ്രാവിഡ സൂത്ര ഉപദേശം ശിവനിൽ നിന്ന് ലഭിച്ച മഹാമുനിയാണ് അഗസ്ത്യ മഹാമുനി. ആ അഗസ്ത്യ മഹാമുനി നൽക്കീരന് ആദ്യമായിട്ട് ദ്രാവിഡ സൂത്രം ഉപദേശിക്കുന്നു. അങ്ങനെ ദക്ഷിണദേശത്ത് ആദ്യമായിട്ട് ഈ നൽക്കീരൻ ശിവൻ്റെ അനുഗ്രഹത്താൽ ദ്രാവിഡ സൂത്രം ഉപദേശിക്കപ്പെട്ട് അത് പിന്നെ തലമുറകളായി പലർക്കും പകർന്നു കൊടുക്കുന്നു. അതായത് ആദിഭാഷയായ തമിഴ് അങ്ങനെ ഉണ്ടായതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്. ആദിഭാഷ എന്ന് പറഞ്ഞിട്ട് ചട്ടമ്പി സ്വാമികൾ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, ആദിഭാഷ. അതിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആദിഭാഷ എന്ന് പറയുന്നത് തമിഴാണെന്ന്, ലോകത്തിലെ ആദിമ ഭാഷ എന്ന് പറയുന്നത് തമിഴാണെന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. ആദി തമിഴ്, പ്രോട്ടോ തമിഴ് എന്ന് പറയുന്ന ആദി തമിഴാണ്. അതായത് ഇന്ന് കാണുന്ന തമിഴല്ല, അതിൻ്റെയും എല്ലാം പൂർവ്വ രൂപം. അതാണ് ആദി തമിഴ്, അഥവാ ഇംഗ്ലീഷുകാർ പറയുന്ന പ്രോട്ടോ തമിഴ്. ആ പ്രോട്ടോ തമിഴ് ആദ്യമായിട്ട് ശിവനിൽ നിന്ന് ഈ അഗസ്ത്യ മഹാമുനിയാണ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അഗസ്ത്യ മഹാമുനി ദ്രാവിഡ ദേശത്ത് ഈ ആദിഭാഷയായ തമിഴ് പ്രചരിപ്പിച്ചത്. പിന്നീട് ലോകം മുഴുവനും ഈ തമിഴ് പ്രചരിച്ചു എന്നാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. മാത്രമല്ല, ശ്രീലങ്കയുടെ ഒരു പ്രത്യേക ഭാഗത്താണ് ആദിമ ജനവിഭാഗങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നു. ചട്ടമ്പി സ്വാമികൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ആദിമ ജനവിഭാഗങ്ങൾ ഉണ്ടായത് ശ്രീലങ്കയിലെ ഒരു പ്രത്യേക ഭാഗത്താണ്. ആ ഭാഗം ഇന്ന് കടലെടുത്ത് പോയി എന്നാണ് പറയുന്നത്.
ഇതെല്ലാം ചട്ടമ്പിസ്വാമികൾ ചരിത്രരേഖകളായിട്ട് കുറിച്ച് വച്ചിട്ടുണ്ട്. അങ്ങനെ കടലെടുത്ത് പോയ ശ്രീലങ്കയുടെ ഒരു ഭാഗത്തുണ്ടായ ആദിമ ജനങ്ങളുടെ ഭാഷയാണ് ആദിഭാഷയായ തമിഴ്. ആ തമിഴിൽ നിന്നാണ് സംസ്കൃതവും അതേപോലെ ലോകത്തിലെ എല്ലാ ഭാഷകളും ഉണ്ടായത് എന്നാണ് ചട്ടമ്പിസ്വാമികൾ ഈ കൃതിയിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ആദിഭാഷയായ ഈ പ്രോട്ടോ തമിഴ് ആദ്യമായി ദ്രാവിഡ സൂത്രങ്ങളാക്കി ഉപദേശിച്ചത് ഭഗവാൻ ശിവൻ അഗസ്ത്യ മഹാമുനിക്കാണ്. അഗസ്ത്യ മഹാമുനിയിൽ നിന്ന് ഈ നൾക്കീരന് ഈ വിദ്യ ഉപദേശിച്ചു കൊടുത്തു. അത് പിന്നീട് ലോകം മുഴുവനും വ്യാപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആദി ഭാഷയിൽ നിന്നാണത്രേ ഈ ലോകത്തിലെ എല്ലാ ഭാഷകളും ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി ചരിത്രം തെളിയിക്കേണ്ട കാര്യമാണ്. ചട്ടമ്പിസ്വാമികളുടെ ചരിത്ര കാര്യങ്ങളെക്കുറിച്ച് പണ്ട് ഞാൻ ഡോക്ടർ രാജൻ ഗുരുക്കളുമായിട്ട് സംസാരിച്ചിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം അന്ന് UC കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആദിഭാഷ തമിഴാണെന്നും അതിനെക്കുറിച്ചുള്ള ചട്ടമ്പിസ്വാമികളുടെ ചരിത്രത്തിൻ്റെ വേരുകൾ അദ്ദേഹം തേടി അന്വേഷിച്ച് നടന്ന കാര്യമൊക്കെ രാജൻ ഗുരുക്കൾ സാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞതാണ്, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. യുക്തിപരമായ യുക്തിചിന്തകളൊന്നും അത് നിരക്കുന്നതല്ല. ഇന്നെത്തിയ കണ്ടെത്തലുകളെല്ലാം ചട്ടമ്പിസ്വാമികളുടെ ചരിത്രരേഖയ്ക്ക് എതിരാണ്. അതുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ വെറും ഭാവനയിൽ പറഞ്ഞതാണെന്നാണ് അന്ന് രാജൻ ഗുരുക്കൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് രംഗമാകെ മാറി മറിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആധുനിക ഗവേഷണങ്ങൾ നടക്കുമ്പോൾ ചട്ടമ്പിസ്വാമികൾ കണ്ടെത്തിയ ചരിത്രരേഖകൾ എല്ലാം തന്നെ സത്യമാണെന്ന് തെളിയുന്നു. കാരണം മഹാഋഷിയായ ചട്ടമ്പിസ്വാമികളുടെ അപാരമായ ആ സൂപ്പർ മൈൻഡിൽ നിന്നുണ്ടായ കണ്ടെത്തലുകളാണ് ഇതൊക്കെ. അത് സത്യമാകാതിരിക്കാൻ തരമില്ല. പക്ഷേ ആധുനിക ചരിത്രകാരന്മാർക്ക് അത് കെട്ടുകഥയും അബദ്ധ പഞ്ചാംഗവുമായിരുന്നു. പക്ഷേ ഇന്ന് പുതിയ ചരിത്രകാരന്മാർ കൂടുതൽ ഗവേഷണം നടത്തുകയും ചട്ടമ്പിസ്വാമികൾ പറഞ്ഞ ചരിത്ര സത്യങ്ങളാണ് എന്ന് ഏറെക്കുറെ അതിനോടടുത്ത് വരികയും ചെയ്യുന്നു. ഇതൊക്കെ ഇനി ഭാവിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ നൾക്കീരൻ എന്ന ആ അഹങ്കാരിയായ എതിർപ്പുകാരന് സാക്ഷാൽ സുന്ദരേശനെ അഭയം പ്രാപിച്ചപ്പോൾ പത്മതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ആ ശിവാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതും പിന്നീട് സാക്ഷാൽ ശിവൻ്റെ ദൂതനായ അഗസ്ത്യ മഹാമുനിയിൽ നിന്ന് ദ്രാവിഡ സൂത്രോപദേശം ലഭിച്ചതുമെല്ലാം ഇവിടെ അഗസ്ത്യ മഹാമുനി തന്നെ നേരിട്ട് തിരുവിളയാടൽ പുരാണത്തിൽ നമ്മളോട് പറയുന്നു. ഇതൊക്കെ ചരിത്രപരമായ സത്യങ്ങളാണ്. ഈ ചരിത്രപരമായ സത്യങ്ങൾ വെറും പുരാണത്തിൻ്റെ ആ ബലൂണിനുള്ളിൽ ആയതുകൊണ്ട് അതൊന്നും ആരും വിശ്വസിക്കാതെ പോകുന്നു. ഈ ബലൂൺ, അതായത് യുക്തിവാദത്തിൻ്റെയും യുക്തിചിന്തയുടേതുമായ ഈ ബലൂൺ തകരുകയും യാഥാർത്ഥ്യം തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തിരുവിളയാടൽ പുരാണത്തിലെ കഥകളുടെ സത്യം വെളിപ്പെട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓം ശിവായ നമഃ.